Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 8ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാര്യം നല്ല പനിയുണ്ട് എനിക്ക്. ഈ സമയത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വീഡിയോ ഇടുവാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് തന്നെ തരണം കേട്ടോ. കാര്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. സോ അതൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാൻ പോകുവാണ്. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ആർഷായിട്ട് ആ ഒരു ഐ സെൽഫിനെ പിടിക്കാനായിട്ട് പോയിരുന്നു. ഇനി എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആ ഷാഡോ ഐറ്റമല്ല ടോർച്ചാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ലെവൽ 16 ആണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചോയ് ജോങ് എങ്ങനെയാണ് പുള്ളിക്കാരനെ തൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കുറച്ചധികം ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരാവട്ടെ അവിടെ തൊട്ട് ഫ്രണ്ടിലുള്ള കുറച്ചധികം മോൺസ്റ്റേഴ്സിനാണ് ഡിഫീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ചോയ് ജോങ് ഇന്നിൻ്റെ ആ ഒരു ഫയർ പവർ ഉള്ളത് കാരണം തന്നെ മിക്ക മോൺസ്റ്റേഴ്സും പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് വെപ്പൺ ഹണ്ടർ ചോയ് ജോങ് ഇങ്. താങ്കളുടെയുള്ള കാര്യം ഇതെല്ലാം ശരിക്കും സ്പീഡപ്പ് ആയിട്ടുണ്ട്. ഈ സമയത്താണ് അവൻ പറഞ്ഞത്, മാസ്റ്റർമാ താങ്കളുടെ പുറകെ ഒരു മോൺസ്റ്ററും കൂടെ ജീവനോടെന്ന് പറയാൻ നിർത്ത്. അവൻ നേരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഷാഡോ ഐറ്റമല്ല ഡീമൺ എംപറർ ലെവൽ 12ൻ്റെ പവറോട് കൂടി പെട്ടെന്ന് തന്നെ ആ ഡിഫീറ്റ് ചെയ്തിട്ട് പറഞ്ഞു ചെയ്യും. ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഈ ടൈമിൽ മറ്റൊരു ഹണ്ടറായിട്ട് ആ ഒരു മോൺസ്റ്ററിൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് നേരെ അതിനൊരു കിഡിലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അതിനങ്ങോട്ട് ഡിഫീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഉള്ളത് പറഞ്ഞ ഈ ഒരു എസ് റാങ്ക് ഡഞ്ചനി എനിക്ക് ഇത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതും ശരിയാണ്. സംസുഹോ നമുക്ക് തന്ന ഈ ഒരു എക്യുപ്മെൻറ്റ്സ് കൊണ്ട് നമുക്ക് സ്പെഷ്യലുള്ള ട്രെയിനിങ് യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും പരിപാടിയൊക്കെ ഒപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കിയേ, അവിടെ ഏകദേശം സിറ്റുവേഷനൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ളവർ അവിടുന്ന് വരുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ സങ് കിങ് ഹോണ് മാത്രമാണ് ഒരു ഐറ്റം കിട്ടാഞ്ഞത്. സൂഹയ്ക്ക് അതിനുള്ള ടൈം മാത്രം കിട്ടിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സ്കാവൻഡറുകൾ കുറച്ചുകൂടെ അകത്തേക്ക് കയറിയിട്ടുണ്ടെന്നാണ്. ശരിയാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ഹറി ചെയ്യേണ്ടതാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളപ്പോൾ റീഗ്രൂപ്പ് ചെയ്യേണ്ട കാര്യമില്ലേ? റീഗ്രൂപ്പ് ചെയ്യണത് ആ 4 ഹണ്ടേഴ്സിൻ്റെ കാര്യത്തിലല്ലേ? എനിക്ക് വറി ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഹണ്ടർ സുഹ എന്തായാലും ഒറ്റക്കായിരിക്കും പോകാൻ പോകുന്നത്. പുള്ളിക്കാരൻ എന്തായാലും ആ ഒരു ഐറ്റമാണുള്ളത്. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഇൻഡിപെൻഡൻ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പിന്നെ പറയാനുള്ളത് ബാക്കി 3 പേരാണ്. അവരെന്തായാലും ചിലപ്പോൾ ഒരുമിച്ച് കാണും. അതുമാത്രമല്ല ബോസിൻ്റെ അവിടെ എത്താൻ നേരത്ത് അവരെന്തായാലും ചിലപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മളവരെ കാണാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മൾ സ്കാവൻഡർ ഗിൽഡാണ് നമ്മുടെ ഒപ്പോണറ്റ്. നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ തോമസിനാണ്. പുള്ളിക്കാരത്തെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ബാക്കിൽ നമ്മുടെ പാക് ടൂജിനും അതേപോലെ അവൻ്റെ ഒരു ഹണ്ടറിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനം നിന്നെ കണ്ടെത്തിയിരിക്കുന്നു, നാഷണൽ ലെവൽ ഹണ്ടറുള്ള തോമസ് ആൻഡ്രേ. എനിക്ക് എസ് റാങ്ക് ഹണ്ടേഴ്സിൻ്റെ കൂടെ തന്നെ ഒരു നാഷണൽ ലെവലിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പവർ പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഈ യുദ്ധത്തിൽ എനിക്ക് ശരിക്കും പവേഴ്സ് കിട്ടുന്നതായിരിക്കും. അതൊരു മിറാക്കിൾ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ തോമസിനെ ഉന്നം വെക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരുത്തൻ അവിടേക്ക് നടന്നു വരുന്നിട്ട് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു ഗിൽഡിനെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു അറ്റാക്ക് അവൻ ക്യാൻസൽ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയത്. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ ഗിൽഡ് മാസ്റ്റർ എന്ന രീതിയിൽ അത് ഞാൻ വിട്ടുകളയുമെന്നോ? നീ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ ലാൻഡ് ആയതിനു ശേഷം ഞാൻ സ്കാവൻഡർ ഗിൽഡിനെ സ്പോട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ റിവാർഡ്സ് ഒക്കെ സ്റ്റീൽ ചെയ്യുന്നുള്ള ഐഡിയയിലാണ് ഞാൻ ബാക്കിലേക്ക് വന്നത്. നീ കള്ളം പറയുവാണ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ സ്കാവൻഡർ ഗിൽഡിൻ്റെ അടുത്തൊന്നുമല്ല ലാൻഡ് ചെയ്തത്. അതും ഒരു കള്ളമല്ലേ? പിന്നെ ആ ഒരു എക്സ്പ്ലോഷൻ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് ലീ യുൻ സോങ്ങിൻ്റെ എബിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്? അവസാനം നീ അത് കണ്ടെത്തിയല്ലേ? ശരിയാണ്, നിന്റെ ഇൻസ്റ്റിങ്സ് ശരിക്കും ഡിഫറൻ്റ് ആണ്. ബാക്കിയുള്ളവർ വെച്ച് നോക്കാൻ നേരത്ത് ലീ മിൻ സിംഗിൻ്റെ ഇൻസിഡൻറ്റും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. നീ മര്യാദക്ക് അന്ന് മിണ്ടാതിരുന്നെങ്കിൽ അവൻ ഇന്നും ജീവനോടെ ഇരുന്നേന്നാ. നീ എന്തുവാടാ പറഞ്ഞത്? നീ എന്തായാലും ഒരു നാഷണൽ ലെവൽ ഹണ്ടറല്ല, നീ അറ്റ്ലീസ്റ്റ് ഒരു എസ് റാങ്ക് അല്ലേ? അത് മാത്രമല്ല ബാക്കിയുള്ളവരെ നിന്നെ വെച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുമെന്ന് പറയാൻ നേരത്ത് അവൻ്റെ കൂടെയുള്ള ഹണ്ടർ പുള്ളിക്കാരൻ്റെ ബാക്കിലേക്ക് ചെല്ലിയേ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആർഷനെയാണ്. എന്തായാലും നിന്റെ ബോഡി ഞാൻ ഇങ്ങോട്ട് എടുക്കാനായിട്ട് പോകുവാണ്. ഹെയർ ഓഫ് ദി ഫ്രോസ്റ്റ് നീ ഇനി മുതൽ ഞങ്ങളുടേതായിരിക്കും. ആർഷ പറഞ്ഞപ്പോഴേ അവൾ കേൾക്കേണ്ടതായിരുന്നു. അവൾ ശരിക്കും മന്ദബുദ്ധി തന്നെയാണ്. അല്ല, ഇവരെന്താണ് ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് എൻ്റെ യങ് റെൽസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ എന്ത് ചെയ്യും? ചാച്ച എന്നെ ഹെൽപ്പ് ചെയ്യൂ, ഗ്രാൻഡ് ഫാദർ എന്നെ ഹെൽപ്പ് ചെയ്യൂ, എനിക്കിതൊന്നും വേണ്ടെന്ന് പറയുന്നിടത്ത്
പെട്ടെന്നായിരുന്നു അവളുടെ ഉള്ളിലൂടെ ഒരു ഷാഡോ സോൾജർ നേരെ പുറത്തേക്ക് വന്നത്. അല്ല, അത് നോക്കാൻ നേരത്ത് നമ്മുടെ സൂഹോന്റെ ആ ഒരു വലിയൊരു ഷാഡോ സോൾജർ ആയിരുന്നു. ഇത് ഹോഹോന്റെ സമണല്ലേ? അതിനർത്ഥം അവൻ ഇവിടേക്ക് വരുന്നതാണോ? ഷാഡോ ഹെയർ ഇവിടേക്ക് വരുന്നതാണോ? അല്ല, ഷാഡോ ഹെയർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ. ഓ കോപ്പ്, നമ്മുടെയിലാണെങ്കിൽ സ്പെയർ ഫ്രാഗ്മെന്റ്സ് ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഇവളെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കാം. അതായിരിക്കും ബെസ്റ്റ് ചോയ്സ്. ഇവളെ ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്താലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവളെ കൺട്രോളിലാക്കാവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകാമെന്ന് പറയുമ്പോൾ ആൾ പറയും ചെയ്യേ, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഗാർഡ് ഡൗൺ ചെയ്യാനായിട്ട് പാടില്ല. ഇവരെന്നെ ത്രട്ടൻ ചെയ്യുവാണ്, എന്നെ മാത്രമല്ല എൻ്റെ ക്ലാനിൽ തന്നെ. അതുകൊണ്ട് ഇവരെ ഞാൻ ഉറപ്പായിട്ടും കൊല്ലുമെന്നും പറഞ്ഞ് അവൾ നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു മസിലൊക്കെ ഉള്ള ഒരുത്തൻ അവളുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഒരു കിടിലൻ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് സുഹോന്റെ സോൾജർ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ സുഹോന്റെ സോൾജറിനെ അവൻ കൊന്നു കളഞ്ഞുകൊണ്ട് ആ ഒരു ഐ സെൽഫിനെ എടുത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അവൾ ശരിക്കും സ്ട്രോങ്ങറാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നീ അനങ്ങാതിരിക്കുക. നീ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു അത്രത്തോളം നിനക്ക് വേദനിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോഴാണ് പുറകിൽ കൂടെ പെട്ടെന്ന് സുഹോ ചാടി വരുന്നത് അവർക്ക് മനസ്സിലായത്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവർ നേരെ എല്ലാവരും ഡിഫൻസീവ് മോഡിലേക്ക് മാറി. ഈ സമയത്ത് തന്നെ സുഹോ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ആരാണ്? ആ കൊച്ചിനെ നീയൊക്കെ എന്ത് ചെയ്യുവാണ്? ഓഹോ, എന്നെ രക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ സുഹോ ചാട്ടി വന്ന് ഒരു കിടിലൻ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടുതലുള്ള ആ ഒരു മെയിലാട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതൊരു കിടിലൻ അറ്റാക്ക് കൂടിയായിരുന്നു. അവരാട്ടെ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യും. അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. ഈ സമയത്ത് ആർഷ അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊന്നും കൂടെ രക്ഷപ്പെടാനായിട്ട് പോകുകയും ചെയ്യും. ആർഷ, നമ്മൾ എന്ത് ചെയ്യും? ഗ്രാങ്ക് ഏതായാലും അവനായിട്ട് ക്ലാഷ് ആയിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല പയ്യ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതാണ്. എൻ്റെ ബഗ്സിനെ യൂസ് ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയുന്നത് സങ്സുവിന്റെ കോമ്പാക്ട് സ്ട്രെങ്ത് ശരിക്കും കൂടുതലാണ്. ഗ്രാങ്കയുടെ കൂടെ അവൻ അധികം തന്നെ പിടിച്ചിരിക്കാനും പറ്റത്തില്ല. ആ ഒരു ടൈമിൽ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടേണ്ടതാണ്. പെട്ടെന്നായിരുന്നു ആർഷയ്ക്ക് ആ ഒരു പ്രസൻസ് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. നീയൊക്കെ എവിടെ പോകുവാണ്? പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു ഗ്രാങ്കയുടെ കൈയൊടിഞ്ഞ് അവനോടെ താഴെ കിടക്കുകയും സുഹോ അവൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതുമാണ്. ഈ സമയത്ത് ഗ്രാങ്ക ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഐസെൽഫാട്ടെ കരയുന്നുകൊണ്ട് അതിനൊരു സുഹോ പറയും ചെയ്യും, മര്യാദക്ക് ആ കൊച്ചിനെ തിരിച്ചു തരാനായിട്ട് നോക്ക്. അങ്ങനെ സുഹോ അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കിടിലൻ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, പനിയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇടാനായിട്ട് നമ്മൾ കുറച്ച് താമസിച്ചത്. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. എന്തായാലും നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന വ്യാഴാഴ്ച തന്നെ റിലീസ് ആകുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.